സൂര്യ ഭരത്തിനോട് പറയുന്നുണ്ട്, തനിക്കും ഇനിയും ഒരു മനുഷ്യനെ ജീവിക്കാൻ സമയമുണ്ട്. നിന്നെ ഓർത്ത് കരയുന്ന സ്ത്രീ ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്, നിന്റെ ചേച്ചി. അവളെ നീ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് കേട്ടതും ഭരത് കരഞ്ഞുകൊണ്ട് സൂര്യയുടെ തോളിലേക്ക് വീഴാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഭരത്തിനെയും കൊണ്ട് സൂര്യ ഭാവനയുടെ അടുത്തേക്ക് പോവാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറിയ ശേഷം സൂര്യ ഭാവനെ എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്. ഇറങ്ങി വരുന്ന ഭാവന ഭരത്തിനെ കാണുകയാണ് കേട്ടോ. ഭരത്തെ നിനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചിട്ട് അവന്റെ മുഖവും കൈയൊക്കെ തൊട്ട് നോക്കുകയാണ്. ചേച്ചി എന്നോട് ക്ഷമിക്കണം, ഞാൻ ചേച്ചിയോട് ചെയ്ത തെറ്റിനെയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഭരത് ഭാവനയുടെ കാലിൽ വീഴാൻ കേട്ടോ. ഇത് കണ്ടുകൊണ്ട് ജയയും ദേവനും അങ്ങോട്ടേക്ക് വരികയാണ്. ഭാവന ഭരത്തെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ. എന്താടാ, എനിക്ക് നിന്നോടൊന്നുമില്ല, സാരമില്ല, പോട്ടെ എന്ന് പറയാണ്. എന്നിട്ട് സൂര്യയോട് ചോദിക്കുന്നുണ്ട്, സൂര്യ നിനക്ക് ഇവനെ എവിടുന്ന് കിട്ടി? സൂര്യ പറയുന്നുണ്ട്, ആ മൈക്കിളും കൂട്ടരും വഴിയിൽ വെച്ച് ഇവനെ തല്ലുന്നത് കണ്ടു, അങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാണ്. ഈശ്വര, ഇത്ര മനുഷ്യത്വമില്ലാതെ ആരാണ് ഉപദ്രവിച്ചതെന്ന് ജയ ചോദിക്കുകയാണ്. ദേവൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ മൈക്കിൾ? അപ്പോൾ ഭരത്തൊന്ന് ഷോക്കാവുന്നുണ്ട്. എന്ത് പറയാനെന്നറിയാതെ അവൻ നിൽക്കുകയാണ്. സൂര്യ പറയുന്നുണ്ട്, അയാൾ ഒരു ക്രിമിനലാണ് അച്ഛാ, ഏത് നാട്ടിലും കാണണല്ലോ ഇതുപോലത്തെ ഒരു ക്രിമിനൽ. ജയ പറയുന്നുണ്ട്, നീ എന്താ മോനെ ഇങ്ങനെ ആയിപ്പോയി? നിന്നെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലും ഭാവനയ്ക്കില്ല. എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിക്കാൻ കേട്ടോ. ദേവൻ പറയുന്നുണ്ട്, എന്ത് പ്രോബ്ലത്തിനും ഒരു പരിഹാരം ഉണ്ടാകും, അല്ലാതെ സ്വയം നശിക്കാൻ പോയാൽ ആ വീട്ടുകാർക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവുമെടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭരത്തിൽ നിന്ന് കരയാൻ കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എല്ലാം എന്റെ തെറ്റാണ് അങ്കിൾ, എന്റെ ചേച്ചി പറഞ്ഞതൊന്നും ഞാൻ അനുസരിച്ച്, അതിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവന പറയുന്നുണ്ട്, എടാ നീ കരയാതിരിക്കെ, ഞാനല്ലേ നിന്റെ കൂടെ എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടതും ഭരത് കരഞ്ഞുകൊണ്ട് ഭാവനയുടെ തോളിലേക്ക് വീഴാൻ കേട്ടോ. ഭാവന പറയുന്നുണ്ട്, ഭരത്തെ നീ കരയാതെടാ, എന്തൊരു തീരുമാനം എടുക്കുമ്പോൾ 2 വട്ടം ചിന്തിക്കണമെന്ന് ഈ ചേച്ചിനോട് പറയാറില്ലേ? ഭരത് പറയുന്നുണ്ട്, അതേ ചേച്ചി, ഇപ്പോൾ എന്നെ വിശ്വസിച്ച് കൂടെ നിന്നിരുന്ന അരുന്ധതി പോലും എൻ്റെ കൂടെ ഇപ്പോഴില്ല. അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട്, അത് എന്തുകൊണ്ടാണ് എന്ന് നിനക്ക് ചിന്തിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാം ചേച്ചി, അരുന്ധതി കൂടി എന്നെ തള്ളി പറയപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് അവൻ കരയാണ്. ഇത് കണ്ടു നിൽക്കുന്ന ജയക്കും ദേവനും എല്ലാ വിഷമം വരികയാണ്. അപ്പോൾ ജയ പറയുന്നുണ്ട്, ഭരത്തെ, അരുന്ധതി ഒരു പെൺകുട്ടിയല്ലേ, നിന്നെ വിശ്വസിച്ചല്ലേ അവൾ നിന്റെ കൂടെ ഇറങ്ങി വന്നത്, അപ്പോൾ നീ തന്നെ അവളെ തല്ലുക എന്ന് പറയാൻ ശരിയായ രീതിയാണോ? അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഇതിന്റെ എല്ലാം പിന്നിൽ ആ അംബാലികാന്റിയുടെ വക്രബുദ്ധി തന്നെയാണ്, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഭരത് പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ ഭാഗം തെറ്റുണ്ട്, ആ സമയത്ത് ഞാൻ അരുന്ധതി എന്തൊക്കെയോ ചെയ്തു ചേച്ചി, എനിക്ക് എൻ്റെ മനസ്സാകെ കൈവിട്ടു പോയിരുന്നു, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഇനി ഒരിക്കൽ ഞാൻ ഇതുപോലെ ആവില്ല ചേച്ചി, എനിക്ക് അരുന്ധതിയെ തിരികെ വേണം, ഇനി ആ വീട്ടിൽ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞവൻ കരയാൻ. ഭാവന പറയുന്നുണ്ട്, ഇനി നീ സമാധാനപ്പെടും ഭരത്, ഞാൻ വന്ന് അവളോട് സംസാരിക്കാം. അപ്പോൾ ഭരത് പറയുന്നുണ്ട്, ബാമേച്ചിയും ഇപ്പോൾ ആന്റിയുടെ ഭാഗത്താണ്, പെട്ടെന്നാണ് ബാമേച്ചിയും മാറിപ്പോയത്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഒരു അനുഭവം വരുമ്പോൾ അവളും പഠിച്ചോളും, അംബാലിക ആന്റിയെ ഞാൻ മനസ്സിലാക്കിയതുപോലെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് ഭാവന സൂര്യയോട് പറയുന്നുണ്ട്, സൂര്യ, നമുക്ക് ഭരത്തിനെയും കൊണ്ട് അരുന്ധതിയുടെ വീട് വരെ ഒന്ന് പോകാം. അപ്പോൾ ദേവൻ എതിർക്കാൻ കേട്ടോ. ഏയ് അത് വേണോ മോളെ, അവിടെ ചെന്നാൽ എന്തായാലും വഴക്കുണ്ടാവും, ഇന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അധികം സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അത്യാവശ്യത്തിന് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്കിൾ, അല്ലെങ്കിൽ പ്രശ്നം ഇതിലും ഗുരുതരമാകും. അപ്പോൾ സൂര്യയും പറയുന്നുണ്ട്, അമ്മേ ഞാനും കൂടെ പോകാം, ചെക്കപ്പിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ, അതുപോലെ പോയാൽ മതി. സൂര്യ പറയുന്നുണ്ട്, ഭാവന, എനിക്ക് അംബാലികയുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെടത്തില്ല, ഒടുവിൽ ഞാൻ എന്തെങ്കിലും കയറി പറഞ്ഞെന്ന് വരും, അതുകൊണ്ട് ഞാൻ പുറത്ത് നിൽക്കാം എന്ന് പറയാൻ കേട്ടോ. ഭാവന പറയുന്നുണ്ട്, ഓക്കെ സൂര്യ, ഞാനും ഭരത്തും അകത്ത് പോയി അവരോട് സംസാരിക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഭാവന പറയുന്നത്, ഞാൻ എന്തായാലും ഭാമക്കൊന്ന് വിളിക്കട്ടെ, അപ്പോഴേക്ക് ഭരത് എന്തെങ്കിലും കഴിച്ചോളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഭാവന അകത്തേക്ക് പോവാണ്. ആ സമയത്ത് ജയ ഭരത്തിനെ ഇരുത്തി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. റൂമിലെത്തിയ ഭാവന ഫോൺ എടുത്ത് ഭാമയെ വിളിക്കാൻ കേട്ടോ. ഭാമയുടെ ഫോൺ റിങ് ചെയ്ത് കണ്ട് അംബാലിക പറയുന്നത്, നിന്റെ ചേച്ചിയാണ് ആ ഭാവന. അങ്ങനെ അവൾ ഫോൺ എടുക്കുകയാണ് കേട്ടോ. എന്താ ഭാവനേച്ചി എന്ന് ചോദിക്കാൻ, നീ ഇപ്പോൾ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട് എന്ന് പറയാണ്. ആൻറ്റിയോ എന്ന് ചോദിക്കുകയാണ്. അവരും ഉണ്ട് എന്ന് പറയാണ്. എങ്കിൽ ഞാൻ നേരിട്ട് വരാം, എന്നിട്ട് നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറയാൻ കേട്ടോ. അതും പറഞ്ഞിട്ട് ഭാവന ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത് അമ്മേ, ചേച്ചി ഇവിടെ വന്നാൽ ആകെ പ്രശ്നമാകും, എന്ത് കാര്യത്തിനും ചേച്ചി മുൻപും പിൻപും നോക്കാതെ ഒരു തീർപ്പുണ്ടാക്കിയിട്ടേ പോകൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അംബാലിക പറയുന്നുണ്ട്, അവൾ വരട്ടെ, എന്തായാലും ഞാൻ ഭരത്തിനെയും അരുന്ധതിയെ വേർപ്പെടുത്തുന്നതിന് മുൻപ് ആ ഭാവനയോട് ഒന്ന് 2 സംസാരിക്കണം എന്ന് കരുതിയിരിക്കുന്നതാ, എന്തായാലും അവൾ ഇങ്ങോട്ട് വരില്ലേ, അവൾ വരട്ടെ എന്ന് പറഞ്ഞ് അവരും കാത്തിരിക്കാൻ കേട്ടോ. അങ്ങനെ ഭാവന ഭരത്തിനെയും കൊണ്ട് അംബാലികയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അകത്ത് കയറിയതും അംബാലിക ആന്റി എന്ന് വിളിക്കാൻ കേട്ടോ. അപ്പോൾ അംബാലിക ഹോളിലേക്ക് ഇറങ്ങി വരികയാണ്. തൊട്ടു പിന്നാലെ തന്നെ ഭാമയും അരുന്ധതിയും ഉണ്ടായിരുന്നു. ഭാവന പറയുന്നുണ്ട്, ആന്റി, ഭരത്തിന്റെയും അരുന്ധതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് കേൾക്കുമ്പോൾ അംബാലിക കളിയാക്കി പറയാണ്, ആണോ, അയ്യോ, ഇതൊക്കെ വിളിച്ചപ്പോൾ പറയുകയാണെങ്കിൽ ഒരു യാത്ര ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന് പറയാൻ കേട്ടോ. ഭാവന ചോദിക്കുന്നുണ്ട്, ആന്റി എന്താ പരിഹസിച്ചതാണോ? അപ്പോൾ അംബാലിക പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, ഇനിയും ഇവനെ ഞാൻ എൻ്റെ മകളുടെ ഭർത്താവായിട്ട് ഈ വീട്ടിൽ വാഴിക്കണോ? അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട്, ആന്റി, ഈ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്നും എന്തിനാണ് ഭരത്തിനെ ഇവിടെ നിന്നും പുറത്താക്കിയതെന്നും ആന്റിയും അരുന്ധതിയും അന്ന് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അംബാലിക പറയുന്നുണ്ട്, അത് തന്നെ എനിക്കും മനസ്സിലാവത്തെ, എന്നിട്ടും നീ എന്തിനാ ഇവനെയും കൊണ്ട് ഇവിടെ വന്നത്? എല്ലാം കേട് നിൽക്കുന്ന ഭാമ പറയാണ്, ചേച്ചി വെറുതെ അരുന്ധതിയുടെയും ഭരത്തിന്റെയും ഭാവിയോർത്ത് തല പൊണ്ണാക്കണ്ട, അരുന്ധതി എന്തായാലും ഇനി ഭരത്തിനോടൊപ്പം ജീവിക്കില്ല. ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ദേഷ്യം വരണം. ദേ ഭാമേ, ഞാൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ സംസാരിച്ചാൽ മതി, ഇപ്പോൾ നീ മിണ്ടാതെ അവിടെ നിന്നോ എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഭാമയുടെ
അടയാണ്. പിന്നീട് വീണ്ടും അംബാലികയോട് പറയുന്നുണ്ട് ഭാവന, ഞാൻ എന്തായാലും വന്ന കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകൂ. അങ്ങനെ ഭാവനയും അംബാലികയും പരസ്പരം തർക്കത്തിലാണ്. ഭാവന അന്ന് ഭാമയോട് അംബാലിക ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാമ ചോദിക്കുകയാണ്, എന്തിനാ ചേച്ചി കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? വല്യച്ഛന്താ ഇവനെ കൊണ്ട് ഇവിടെ വന്ന് ഷോ കാണിച്ചു പോയപ്പോൾ ഇപ്പോൾ ചേച്ചി ഇവനെയും കൊണ്ട് വന്നിരിക്കുകയാണല്ലേ? അപ്പോൾ ഭാവന പറയേണ്ടത്, അതേ ഞാൻ ഇവനെ കൊണ്ട് ഇവിടെ ഷോ കാണിക്കാൻ തന്നെയാണ് വന്നത്. ശരി, ഇനി നിന്റെ ജീവിതം ഞാൻ കുളമാക്കി എന്ന് നീ പറയണ്ട. എന്നിട്ട് അംബാലികയോട് പറയുന്നുണ്ട്, ആൻറ്റി ഇവൻ ചെയ്ത് ശരിയാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരിക്കലത്തേക്കെങ്കിലും ഇവനോട് നിങ്ങൾ ക്ഷമിക്കണം. ഇനി ഇവൻ ഇത് ആവർത്തിക്കില്ല. എന്നിട്ട് ഭരത് അരുന്ധതിയോടൊപ്പം ഇവിടെ കഴിയട്ടെ. അത് പറ്റില്ലെങ്കിൽ അരുന്ധതി ഞങ്ങളുടെ വീട്ടിൽ കഴിയട്ടെ, രണ്ടുപേരും കൂടി. ഇതെല്ലാം കേൾക്കുമ്പോൾ അംബാലിക പൂച്ചിച്ച് തള്ളുകയാണ് കേട്ടോ. ഭാമയ്ക്കും അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അംബാലിക പറയുന്നത്, ഇല്ല ഭാവന, ഇത് രണ്ടും നടക്കില്ല. അരുന്ധതി ഇനി ഭരത്തിനൊപ്പം ജീവിക്കില്ല. അതിന് ഞാനൊട്ടും സമ്മതിക്കില്ല എന്നവർ തീർത്തും പറയാൻ കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ശരി, എന്നാൽ പിന്നെ അരുന്ധതിയോട് തന്നെ നേരിട്ട് സംസാരിക്കാം. എന്നിട്ട് ഭരത്തിനോട് പറയുന്നുണ്ട്, ഭരത് നിനക്ക് എന്താ സംസാരിക്കുക എന്നത് വെച്ചാൽ നീ ഇവിടെ വെച്ച് നേരിട്ട് തന്നെ അരുന്ധതിയോട് പറയേ. അങ്ങനെ ഭരത് അരുന്ധതിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഭരത് പറയുന്നുണ്ട്, അരുന്ധതി, അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ എന്നോട് ചെയ്തത് 100% തെറ്റ് തന്നെയാണ്. ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നിനക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്ക്. അതല്ലെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല എന്ന് പറയാൻ കേട്ടോ. ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാമയ്ക്കും അംബാലികയ്ക്കും ആകെ അസ്വസ്ഥയായി നിൽക്കുകയാണ്. അംബാലിക ഭരത്തിനെ പിടിച്ചെന്ന് വലിക്കാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, എന്നാലേ എൻ്റെ മകൾക്ക് നിന്നോട് ക്ഷമിക്കാനാവില്ല, നീ ചെല്ലേ എന്ന് പറഞ്ഞ് ഭരതിനെ പിടിച്ച് തള്ളുകയാണ്. അപ്പോൾ ഭാവന വന്നിട്ട് അരുന്ധതിയുടെ കൈ പിടിച്ച് പറയാണ്, അരുന്ധതി നീ എന്താ പറയുന്നത്? എന്തായാലും ഈ വീട്ടിൽ ഭരത്തിന് ഇനി സ്ഥാനമുണ്ടാവില്ല, പക്ഷേ നിനക്ക് ഞങ്ങളുടെ വീട്ടിൽ എന്നും സ്ഥാനമുണ്ടാകും. മോള് വരുന്നുണ്ടോ? അപ്പോൾ അരുന്ധതി തിരിച്ചു മറുപടി ഒന്നും പറയാതെ എല്ലാവരുടെ മുഖത്തേക്കും മാറി മാറി നോക്കാൻ കേട്ടോ. അംബാലികയും ഭാമയും അരുത് എന്ന രീതിയിൽ തല ആട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ അവളോട്. അതേസമയം ഭാവന പ്ലീസ് എന്ന രീതിയിൽ തല കുലുക്കുന്നുണ്ട്. ഭരത്തും അവളെ നോക്കി നിൽക്കാൻ കേട്ടോ. എല്ലാവരെയും നോക്കിയതിനു ശേഷം അരുന്ധതി ഭാവനയുടെ കൈ പിടിച്ച് മാറ്റിയാണ്. എന്നിട്ട് അവൾ പിറകോട്ട് നടന്നിട്ട് മുകളിലേക്ക് ഓടിക്കയറി പോവാൻ കേട്ടോ. ഇത് കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് ഭാവനയും ഭരത്തും. അതേസമയം അംബാലികയും ഭാമയുമായിട്ട് ചിരിക്കാൻ കേട്ടോ. ഇവ രണ്ടുപേരെയും പരിഹസിച്ചുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ചിരിക്കുകയാണ്. എന്നിട്ട് അംബാലിക പറയുന്നുണ്ട്, ഇപ്പോഴെങ്ങനെയുണ്ട്, മതിയായില്ലേ? അവളെ എൻ്റെ മോളാണ്, അല്ലാതെ നിങ്ങൾക്കൊക്കെ തോന്നുമ്പോൾ ഭരിക്കാനും ദ്വേഹോദ്രവം ചെയ്യാനുള്ള ആളല്ല എൻ്റെ മകൾ. അപ്പോൾ ഭാമ പറയാണ്, എന്തിനാ ചേച്ചി ഇങ്ങനെ നിന്ന് നാണം കെടുന്നത്? ഇവൻക്കൊന്നും ലോകത്ത് ആരും പെണ്ണ് കൊടുക്കില്ല. അവളുടെ വാക്ക് കേൾക്കുമ്പോൾ ഭാവനക്കും ഭരത്തിനും ആകെ ദേഷ്യം വരികയാണ്. ഭരത്ത് പറയാണ്, ദേ ഭാമേച്ചി സൂക്ഷിച്ച് സംസാരിക്കാം. ഭാമ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂ. അംബാലിക പറയുന്നുണ്ട്, ഭാവനെ ഇനി നിൽക്കണമെന്നില്ല, അരുന്ധതിയും അഭിറാമും ഇനി ആ വീട്ടിലേക്ക് വരികയുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭാമയും അംബാലികയും അവരെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അകത്തേക്ക് പോയ അരുന്ധതി ഒരു ബാഗുമായിട്ട് തിരിച്ചിറങ്ങി വരുന്നത്. ആ കാഴ്ച ആദ്യം ഭരത്താണ് കാണുന്നത്. ഭാവനേച്ചി ഇതേ നോക്കിക്ക് അരുന്ധതി എന്ന് പറഞ്ഞ് അവൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോഴാണ് അംബാലികയും ഭാമയും ഒക്കെ തിരിഞ്ഞു നോക്കുന്നത്. അരുന്ധതി വരുന്നത് കണ്ട് അവരാകെ ഞെട്ടി പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഭാവനയ്ക്കും ഭരത്തിനും സന്തോഷമാവുകയാണ്. അംബാലിക വന്ന് അരുന്ധതിയെ തടയാൻ കേട്ടോ. അരുന്ധതി നീ എങ്ങോട്ടാണ് പോകുന്നത്? അരുന്ധതി പറയുന്നുണ്ട്, ഇതാണമ്മേ എൻ്റെ തീരുമാനം. അപ്പോൾ ഭാമയും വരികയാണ്, ഇല്ല അരുന്ധതി നീ എങ്ങോട്ട് പോകുന്നില്ല, നിന്നെ ആരും ഇവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകുകയുമില്ല എന്ന് പറഞ്ഞ് മുന്നിൽ ബ്ലോക്കായി നിൽക്കാൻ. അരുന്ധതി പറയുന്നുണ്ട്, ഭാമേച്ചി ഒന്ന് മാറ്, ഞാൻ പോകുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് എന്ന് പറയാൻ. അപ്പോൾ ഭാമ പറയാണ്, ഇവന്റെ കൂടെ പോയാൽ ഈ വൃത്തികെട്ടവൻ നാളെ എന്നെ ഉപേക്ഷിക്കില്ല എന്നതിൽ എന്താണത്ര ഉറപ്പ്? ഇത് കേട്ടത് ദേഷ്യം വരുന്ന അരുന്ധതി ഭാമയുടെ മുഖത്തടിക്കാൻ. എന്നിട്ട് പറയുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭാമേച്ചിയെ ശ്രദ്ധിക്കുക. എന്നിൽ നിന്ന് ഭരത്തേട്ടനെ പിരിക്കാൻ ഭാമേച്ചിക്ക് എന്താ അമ്മ വല്ല വാഗ്ദാനവും തന്നോ? ഭാമേച്ചി നിങ്ങൾ നോക്കിക്കോ, എനിക്ക് പിന്നാലെ തന്നെ ഭാമേച്ചിയും അധികം വൈകാതെ ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരും. അതുവരെ ദൈവം തന്നെ ഭാമച്ചിയെയും കുഞ്ഞിനെയും കാക്കട്ടെ എന്ന് പറയാണ്. അവളുടെ ഈ ഡയലോഗ് കേട്ട് ഭാവന ചിരിക്കാൻ കേട്ടോ. എന്നിട്ട് അരുന്ധതി ഭാവനയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, നമുക്ക് പോവാൻ ചേച്ചി. ഓക്കെ എന്ന് ഭാവന പറഞ്ഞിട്ട് അവൾ അംബാലികയോട് പറയാണ്, ആൻറ്റി എന്നാൽ പിന്നെ ഞാൻ യാത്ര പറയുന്നില്ല, കുറേ നേരം ഇവിടെ നിന്നതല്ല, ഇനി അങ്ങോട്ട് പോയിരിക്കേ, ക്ഷീണം കാണും. പിന്നീട് ഭാമയുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ മുഖം ഒന്ന് തിരിച്ചു നോക്കാൻ. അരുന്ധതി നിന്നെ തല്ലിയതല്ല, നീ ചോദിച്ചു വാങ്ങിച്ചതാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഭാവന അരുന്ധതിയെയും ഭരത്തിന്റെയും കൈ പിടിച്ച് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയാണ് കേട്ടോ. ഇതെല്ലാം നോക്കി നിൽക്കാനേ അംബാലികക്കും ഭാമക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശേഷം അംബാലിക ദേഷ്യത്തോടു കൂടി തന്നെ ഭാമയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പിന്നീട് അവർ കാറിൽ കയറി ഭാവനയുടെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. അങ്ങനെ അവിടെ ഇറങ്ങിയ ശേഷം ഭരത്തിനോട് ഭാവന പറയുന്നുണ്ട്, ഇവിടെയുള്ളവർ എന്ത് പറഞ്ഞാലും നീ തിരിച്ചൊന്നും പ്രതികരിക്കാതെ മിണ്ടാതെ നിൽക്കണം. അത്രമാത്രം അവരൊക്കെ നീ കാരണം നന്നായി വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ സൂര്യയും പറയുന്നുണ്ട്, കൈവിട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കുകയാണ് എന്ന് കരുതിയാൽ മതി. ശരി ചേച്ചി എന്ന് ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ടോ ഭരത്ത്. എങ്കിൽ നിങ്ങൾ വാ എന്ന് പറഞ്ഞ് ഭരത്തിനെ അരുന്ധതിയെയും വിളിച്ച് ഭാവന അകത്തേക്ക് വിടില്ല കേട്ടോ. അകത്ത് കയറിയതും അമ്മേ എന്ന് നീട്ടി വിളിക്കുന്നുണ്ട് ഭാവന. അങ്ങനെ ഗായത്രി അവിടേക്ക് ഇറങ്ങി വരികയാണ്. ഇവരെ കാണുമ്പോൾ ഗായത്രി ആകെ ഞെട്ടി നിൽക്കുകയാണ്. മോളെ ഭാവനെ, ഇവരെ നിനക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കാണ്ട് ഭാവനയോട്. ഇവന്റെ മുഖത്തൊക്കെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഭാവന പറയുന്നുണ്ട്, അമ്മേ ഭരത്തുമായിട്ട് സൂര്യയാണ് വീട്ടിൽ വന്നത്.
ആ മൈക്കിളിന്റെ ആൾക്കാർ ചേർന്ന് ഭരത്തിനെ നന്നായിട്ട് മർദ്ദിച്ചു. സൂര്യയുടെ കണ്ണിൽ പെട്ടത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ സൂര്യയാണ് ഇവരെ എൻ്റെ മുന്നിൽ എത്തിച്ചത്. പിന്നീട് ഞാൻ അംബാലിക ആന്റിയുടെ വീട്ടിൽ പോയിട്ടാണ് അരുന്ധതിയെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ കഥകളും ഭാവന പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗായത്രിക്ക് ആകെ ഷോക്കാവാൻ കേട്ടോ. അതേസമയം ഭരത് അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഗായത്രിയുടെ കാലിൽ വീഴാണ്. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ അമ്മയോടും സേതുവേട്ടനോടും അയച്ചോടും എല്ലാവരും ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. അതിനുള്ള ശിക്ഷമാണ് ദൈവം എനിക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഇനി ഞാൻ ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. അമ്മ ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് കരയാണ്ടവൻ. ഗായത്രി അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാണ്. മോനെ ഭരത്, നീ എന്താണ് ചെയ്യുന്നത്? നീ എന്തിനാടാ എന്നെ വിട്ടു പോയത് എന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിച്ച് കരയാണ്ടോ ഗായത്രി. അപ്പോഴേക്കും അവിടേക്ക് സേതുവും മായയും ഭാനും എല്ലാവരും വരികയാണ്. ഈ കാഴ്ച കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം വരികയാണ്. ഭരത് പറയുന്നത്, അമ്മയെ പറ്റിപ്പോയി. എന്റെ വിവരമില്ലായ്മ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഭാവനേച്ചിയെ ഞാൻ എന്തെല്ലാം പറഞ്ഞ് എന്തൊക്കെ ചെയ്തു. എനിക്ക് തന്നെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വല്ലാതെ കുറ്റബോധമുണ്ടമ്മേ എന്നൊക്കെ പറയാണ്. ഗായത്രി പറയുന്നത്, എന്തായാലും നിനക്ക് നിന്റെ തെറ്റുകളെല്ലാം മനസ്സിലായല്ലോ മോനെ. നീ തെറ്റുകളെല്ലാം മനസ്സിലാക്കി തിരിച്ചു വരും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഈ അമ്മ ഇവിടെ കഴിഞ്ഞിരുന്നത്. നിന്നെ ഇവിടെ നിന്നും ഇറക്കി വിടുമ്പോഴും ഈ അമ്മ ഉള്ളിൽ കരയുകയായിരുന്നു. എനിക്കൊരൊറ്റ സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ ഈ നിലയിലെത്തിച്ച ഭാവനയെ നീ മറന്നു കളഞ്ഞല്ലോ, അവളെ വേദനിപ്പിച്ചല്ലോ എന്നോർത്തപ്പോഴായിരുന്നു. ഇപ്പോൾ ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ മകൻ എൻ്റെ മുന്നിലെത്തി. എല്ലാ തെറ്റുകളും മനസ്സിലാക്കി. എനിക്ക് സന്തോഷമായി മോനെ എന്ന് പറഞ്ഞ് അവന് ഉമ്മ കൊടുക്കാൻ കേട്ടോ. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അരുന്ധതിക്കും ആകെ സന്തോഷമാവാം. അങ്ങനെ ഗായത്രി അരുന്ധതിയെ ചേർത്ത് പിടിക്കാൻ കേട്ടോ. മോളെ അരുന്ധതി, നിന്നോട് ഭരത് ഒരിക്കലും പൊറുക്കാൻ പറ്റാതെ തെറ്റാണ് ചെയ്തത് എന്ന് ഈ അമ്മക്കറിയാം. പക്ഷെ എനിക്ക് എൻ്റെ മോന് വേണ്ടി നിന്നോട് മാപ്പ് ചോദിച്ചേ മതിയാകൂ. എല്ലാം എൻ്റെ മോള് മറക്കണം എന്ന് പറയാണ്. അരുന്ധതി, അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമാവുന്നത്. ഞാൻ അതെല്ലാം മറന്നിട്ടല്ലേ അമ്മയെ ഇപ്പോൾ ഭരതേട്ടൻ്റെ കൂടെ ഇറങ്ങി വന്നത് എന്ന് പറയാൻ കേട്ടോ. ഇനി ഞങ്ങളുടെ 2ാം ജന്മമാണ്. ഒരു പുതുജീവിതം ഞങ്ങൾ തുടങ്ങും എന്നൊക്കെ പറയാൻ കേട്ടോ അരുന്ധതി. ഇതെല്ലാം കേൾക്കുമ്പോൾ ഗായത്രിക്കും ഭാവനക്കും എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അവരെല്ലാം അരുന്ധതിയെയും ചേർത്ത് പിടിച്ച് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ഭാവന പറയുന്നുണ്ട്, ഭരത്തെ, ആ മൈക്കിളിൻ്റെ കാര്യം നമുക്ക് എങ്ങനെ എന്തെന്ന് വെച്ചാൽ ഡീൽ ചെയ്യാം. പക്ഷേ ഇനി നീ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. നീ ഇപ്പോൾ SI ലിസ്റ്റിലേക്ക് സെലക്ഷൻ കിട്ടി നിൽക്കുകയാണ്. ഇൻ്റർവ്യൂവും കഴിഞ്ഞു. ഇനി ഏത് നിമിഷം നിനക്കുള്ള വിളി വരാം. അതുകൊണ്ട് ഇനി സൂക്ഷിക്കണം. ഇനിയെങ്കിലും അരുന്ധതിയെ മനസ്സിലാക്കി നീ നല്ലൊരു ജീവിതം നയിക്കും. എന്നിട്ട് നല്ലൊരു മാതൃകാ പോലീസ് ഓഫീസർ ആവാൻ നോക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. ശരി ചേച്ചി, എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാവും. ഞാൻ ചേച്ചി പറയുന്നതിനപ്പുറത്ത് ഇനി ചെയ്യില്ല. ഇനി ചേച്ചി പറയുന്നത് പോലെ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഞാൻ 2 പ്രാവശ്യം ആലോചിക്കും എന്നൊക്കെ ഭരത് പറയണ്ട ഭാവനയോട്. ഭാവന പറയാൻ, നിന്റെ വായിൽ നിന്നും ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇതുവരെ ഞാൻ അടിച്ച ടെൻഷനെല്ലാം എനിക്ക് ഇന്നത്തോടുകൂടി ഉരുകിപ്പോയി. വല്ലാത്ത മനസ്സിന് ആശ്വാസം എന്നൊക്കെ പറയാണ്. അങ്ങനെ സൂര്യയോട് മാപ്പ് പറയാണ്. ഭരത് പറയുന്നുണ്ട്, അമ്മ അന്ന് വന്നപ്പോൾ പറഞ്ഞില്ല സൂര്യേട്ടനോട് ഭാവനേച്ചിയോട് ഞാൻ മാപ്പ് പറഞ്ഞെങ്കിൽ എന്നെ വീട്ടിൽ തിരിച്ചു കയറ്റൂ എന്ന്. ഞാൻ അവരോടെല്ലാം മാപ്പ് പറഞ്ഞു അമ്മ. ഞാൻ മനസ്സ് തട്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എനിക്കെല്ലാം ബോധ്യമായി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അവർ സന്തോഷത്തോട് കൂടിയിട്ട് ഒന്ന് ചിരിച്ചു കൂടി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒത്തിരി സമയത്തിന് ശേഷം ഭാവനയും സൂര്യയും അവിടെ നിന്നും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ കേട്ടോ. സൂര്യയുടെ വീട്ടിൽ ജയ ആകെ ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ദേവേട്ട, സൂര്യയും ഭാവനയും പോയിട്ട് ഒത്തിരി സമയമായല്ലോ. എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുക? ആ അംബാലിക എങ്ങാനും ഭാവനയെ ഉപദ്രവിക്കുമോ? അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ ആകെ മോശമാണ്. ഡോക്ടർ നല്ല റെസ്റ്റും പറഞ്ഞതാണ്. എന്നിട്ടും അവൾ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോയതാണ്. എനിക്ക് നിന്നിട്ട് ഒരു സമാധാനമില്ല ദേവേട്ട. ഒന്ന് വിളിച്ചു നോക്ക് സൂര്യയുടെ ഫോണിലേക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. ദേവൻ പറയുന്നുണ്ട്, ജയ നീ സമാധാനപ്പെട്. അവർ കൊച്ചുകുട്ടികളൊന്നുമില്ലല്ലോ, ഭാവനയല്ലേ, അവൾ ശ്രദ്ധിച്ചോളും. നീ വിചാരിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ വീണ്ടും ജയ നിർബന്ധിക്കുമ്പോൾ ദേവൻ ഫോൺ എടുക്കാൻ കേട്ടോ. ആ സമയത്താണ് സൂര്യയുടെ കാർ വീട്ടുമുന്നിൽ വന്ന് നിൽക്കുന്നത്. അവരെ കണ്ടതും ജയ ഓടി ചെല്ലുകയാണ്. എന്നിട്ട് ഭാവനയെ പിടിച്ചിട്ട്, മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ശരിയായോ, എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഭാവന പറയുന്നുണ്ട്, എനിക്കൊരു പ്രശ്നവുമില്ല ആൻറ്റി, ഞാനിതാ പോയതുപോലെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ. ജയ പറയുന്നിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ കേട്ടോ ഭാവന. എന്നിട്ട് അവൾക്കൊരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കൊടുക്കുകയാണ്. ഞാൻ ആകെ പേടിച്ച് ടെൻഷനായിരിക്കുമായിരുന്നു മോളെ.